ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മോട്ടോബ്ലിറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഡ്യൂക്ക് 200ൻ്റെ യൂസർ റിവ്യൂ. സോ നമ്മളത് വണ്ടി അറേഞ്ച് ചെയ്തൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്കാണ്, പക്ഷേ ഞങ്ങൾ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു യൂസർ പെർസ്പെക്റ്റീവ് എന്നുള്ള ഇൻപുട്സ് ഇതിൽ നിന്ന് തരാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഈ വണ്ടി എടുത്തതിന് ശേഷം കിട്ടിയിട്ടുള്ള പണികൾ, വണ്ടിക്ക് എന്തൊക്കെയാണ് പോസിറ്റീവ്സ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, ഡ്യൂക്ക് 200ന് കോമൺ ആയിട്ട് ഉണ്ടായിട്ടുള്ള കോമൺ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വർഷം തീരുന്നതിന് മുൻപായിട്ട് 1K അടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് ന്യൂ വീഡിയോസ് വരുന്നതായിരിക്കും. സമയം കിട്ടുന്നതനുസരിച്ച് നമ്മളതൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വണ്ടി എടുക്കുന്നത് 2022 ഡിസംബറിലാണ്. വണ്ടിക്ക് ഓൾമോസ്റ്റ് അന്നൊരു 2.42 lakhs ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 25,000 കിലോമീറ്റേഴ്സ് ഓടി. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ ഈ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഈ DRL ആൻഡ് ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് വേർഷൻ വന്നിട്ട് നമ്മുടെ 6 pack LED ഹെഡ്ലൈറ്റ്സ് ഒക്കെ നമുക്ക് എല്ലാ 200 സീരീസ് വണ്ടികളിലും അല്ല എല്ലാ ഡ്യൂക്കുകളിലും ഇപ്പോൾ അങ്ങനത്തെ ഹെഡ്ലൈറ്റ്സ് അവൈലബിൾ ആയി തുടങ്ങി. പക്ഷേ ഈ ഒരു ഹെഡ്ലൈറ്റ് സെറ്റപ്പിന് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. ഇതിന് മുന്നേ ഉള്ള ഫസ്റ്റ് ജെൻ ഹെഡ്ലൈറ്റ്സ് ആണെങ്കിലും അതൊരു യൂണീക്ക് ഹെഡ്ലൈറ്റ് ആയിരുന്നു. താഴെ ഒരു ചെറിയ DRL ഒക്കെ ആയിട്ട് വന്നിട്ടൊരു ഒരു ഹെക്സഗണൽ ഷേപ്പ് ഹെഡ്ലൈറ്റ് ഒക്കെ, അതിനൊക്കെ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് എല്ലാ ഡ്യൂക്ക് പ്രേമികൾക്കിടയിലും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സെറ്റപ്പും ഭയങ്കര നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. ഈ ഒരു DRL ആണെങ്കിലും രാത്രിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഡ്യൂക്കിൽ വരുന്നത് ഹലോജൻ LED ആണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും ത്രോ ഒക്കെ ഉള്ളൊരു LED സെറ്റപ്പാണ്. പിന്നെ യൂണീക്ക് ആയിട്ടുള്ള ഈ മഡ് ഗാർഡ്, ഇതാണ് നല്ല വീതിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ടൈപ്പ് ഒരു മഡ് ഗാർഡാണ്. ചെളിയിൽ നിന്നൊക്കെ നല്ല പ്രൊട്ടക്ഷൻ ഈ ഒരു മഡ് ഗാർഡ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 300 mm മാസീവ് ആയിട്ടുള്ള റോട്ടേഴ്സ് കാണാം. നല്ല ഫ്രണ്ട് ബ്രേക്ക്, നല്ല ബൈബ്രയുടെ ബൈറ്റ് തരുന്ന ബ്രേക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്രേക്സിൻ്റെ കാര്യത്തിലൊന്നും ഒരു കംപ്ലയിൻസ് ഒരു ഇഷ്യൂസും പറയാനുള്ള അത്രയ്ക്കും സൂപ്പർബ് ആയിട്ടുള്ള ബ്രേക്സ് ആണ്. പിന്നെ നമുക്ക് 43 mm WP-യുടെ സസ്പെൻഷൻ കാണാം, ഏപെക്സ് സസ്പെൻഷൻ. ഇത് നല്ല സ്റ്റിഫർ സൈഡിലുള്ളൊരു സസ്പെൻഷനാണ്. കോർണേഴ്സ് ഒക്കെ എടുക്കാനാണെങ്കിലും ട്രാവലിനൊക്കെ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല കോൺഫിഡൻസ് തരുന്ന ടൈപ്പ് ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് നമുക്ക് ഡ്യൂക്ക് 200ൽ വരുന്നത്. ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ സെറ്റപ്പ് കാണാം, ഈ റേഡിയേറ്റർ യൂണിറ്റ്. ഇത് വണ്ടി അത്ര ഹീറ്റ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. സിറ്റിയിൽ മാത്രമേ നമുക്കൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഫീൽ ചെയ്യത്തുള്ളൂ. എൻജിൻ സൈഡ് ആണെങ്കിലും നമുക്കങ്ങനെ കാലിൻ്റെ സൈഡിലേക്കൊന്നും ഹീറ്റ് അടിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ചെരുപ്പൊക്കെ ഇട്ട് ഷോർട്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് സിറ്റിയിൽ വരെ യൂസ് ചെയ്യാം. ഒരു 200cc ഒരു എക്സ്ട്രീം ഹീറ്റ് എന്നൊന്നും നമുക്ക് പറയാനില്ല. ഈവൻ ദോ ഈ ഒരു എഞ്ചിൻ 200cc മാക്സിമം ഔട്ട്പുട്ട് തരുന്ന ഒരു എഞ്ചിൻ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വരുന്നത് ഈ ഒരു ട്രെലിസ് ഫ്രെയിം. നമുക്ക് ഈ സൈഡ് ഫുൾ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫുള്ളി ഓപ്പൺഡ് ആയിട്ടുള്ള ഒരു ബൈക്ക് സെറ്റപ്പ്. അതാണ് ഡ്യൂക്ക് 200ൻ്റെ ഒരു പണ്ട് മുതലുള്ള ഒരു യൂണീക്നെസ്. ഈ ഒരു ട്രെലിസ് ഫ്രെയിം അത്രയും വണ്ടി നിമ്പിളായിട്ടും ഇത്രയും പവർ ഔട്ട്പുട്ട് തരാൻ പറ്റുന്നത് ഈ ഒരു ഫ്രെയിം കാരണമാണ്. ഇതൊരു 2 യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് ഇതും ഒരു സബ് ഫ്രെയിമും വരുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു അസംബ്ലി സെറ്റപ്പ് കാരണമാണ് വണ്ടി ഇത്രയും നിമ്പിളും ഇത്രയും ഹാൻഡ്ലിംഗ് ഒക്കെ തരുന്നത്. സോ ഇതിൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് ഫാനാണ് ഞാൻ. പണ്ട് തൊട്ടേ എനിക്ക് ട്രെയിൽസ് ഫ്രെയിമിനോട് പണ്ടേ ഒരു ആരാധനയുള്ള ആളാണ്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂക്ക് 200 എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. അതൊരു പെട്രോൾ ടാങ്കിൻ്റെ സൈഡിലായിട്ടൊരു സെപ്പറേറ്റ് പാനൽ പോലെയാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് ചെയ്യുന്ന മറിഞ്ഞുകൊണ്ട് പണി കിട്ടുകയാണ് കേട്ടോ. എനിവേസ് ഈ ഒരു പാനൽ നമ്മൾ മാറാൻ വെച്ചേക്കുവാണ്. പിന്നെ ഇതിനകത്ത് വരുത്തേക്കുന്ന ഒരു ചേഞ്ചസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂക്ക് 200ൽ നമുക്ക് ഓൾറെഡി വന്നുകൊണ്ടിരുന്നത് ഒരു അലൂമിനിയം ഹാൻഡിൽ ബാർസ് ആയിരുന്നു. അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് ഡ്യൂക്ക് 250യുടെ ഹാൻഡിൽ ബാർസ് ചെയ്തു. പിന്നെ ഒരു ബാറൻറ്റും ചെയ്തു. ഇത് NS 200ൻ്റെ ബാറൻസ് ആണ്. സോ ഈ ഒരു സെറ്റപ്പ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഓവറോൾ മൊത്തത്തിലൊരു ക്ലീൻ ഫിനിഷിങ് കിട്ടി. വണ്ടിയുടെ ഹാൻഡിലിങ്ങിനെ ആണെങ്കിലും നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മിറേഴ്സ് കുറച്ചും കൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് ഇത് നമ്മൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ മറ്റ് വണ്ടികളുടെ സൈഡ് തട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും കോൺഷ്യസ് ആയിട്ട് തന്നെ വണ്ടി ഓടിക്കണം. പിന്നെ ആസ് യൂഷ്വൽ ഡ്യൂക്കിൽ പണ്ട് മുതലേ കണ്ടുവന്നുകൊണ്ടിരുന്ന RCയിലും ഡ്യൂക്കിലൊക്കെ ഫസ്റ്റ് ജെൻ മുതലുണ്ടായിരുന്ന ആ ഒരു മീറ്റർ. പക്ഷേ ഇപ്പോൾ ഇത് അപ്ഡേറ്റഡ് ആയി. TFT ഡിസ്പ്ലേസ് ആണ് നമുക്ക് എല്ലാ വണ്ടിയിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ അതിനനുസരിച്ച് വണ്ടിയുടെ പ്രൈസും കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. എന്നാൽ പോലും ഇതിൻ്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരു വണ്ടിയിൽ വേണ്ട നമുക്ക് അറിയേണ്ടതായിട്ടുള്ള എല്ലാ ഒരു ഫീച്ചേഴ്സും ഈ ഒരു നോർമൽ ടൈപ്പ് മീറ്റർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ചൊന്നും കൂടുതൽ ഞാൻ കിടക്കുന്നില്ല. എന്നാലും ജസ്റ്റ് ഒരു ബേസിക് വാക്ക് അറൗണ്ട് ഞാൻ തരാം. ഫ്യൂവൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഹീറ്റിൻ്റെ മീറ്റർ ഉണ്ട്, ടാക്കോമീറ്റർ മേളിൽ കാണാം, ഓഡോമീറ്റർ കാണാം. പിന്നെ നമുക്ക് റിയർ ABS ഓഫ് ചെയ്യാൻ പറ്റും. ഓഫ് റോഡ്സ് ഒക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യണമെന്ന് തോന്നിയാലും അത് ഓഫ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എൻജിൻ വാർണിംഗ് ലൈറ്റ് ഉണ്ട്, RPM ഷിഫ്റ്റ് ലൈറ്റ് ഉണ്ട്, ന്യൂട്രൽ മീറ്റർ കാണാം, ABSൻ്റെ വാർണിംഗ് കാണാം. ഇത് സൈഡ് സ്റ്റാൻഡ് ഡൗണിൻ്റെ വാർണിംഗ് ഓണായി കിടക്കുന്നതാണ് ഈ വാർണിംഗ് കിടക്കുന്നത്. സോ അങ്ങനെ ടൈം കാണാം. നമുക്ക് അങ്ങനെ വേണ്ട അത്യാവശ്യം ഒരു ബൈക്ക് വേണ്ട എല്ലാം ഉണ്ട്. ആകെ എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ള ഇതൊരു ഇച്ചിരി ചെറിയൊരു LCD സെറ്റപ്പ് ആണെന്ന് മാത്രം.
കുറച്ചും കൂടെ വലുതായിരുന്നെങ്കിൽ വിസിബിലിറ്റിയിലുണ്ടായിരുന്നു. എന്തായാലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഈ മീറ്ററിൻ്റെ സൈഡ് പറയുമ്പോൾ ഈ ഒരു ഷെല്ല് എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു ഷെല്ല് പെട്ടെന്ന് വെയിലത്തും ചൂടത്തൊക്കെ ഇരുന്ന് മഴയത്തൊക്കെ പോകുമ്പോൾ ഡാമേജ്ഡായി ഇതിലെ വെള്ളം ഇറങ്ങി മീറ്റർ ഫുൾ സെറ്റപ്പ് അടിച്ചു പോകുന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഒരു ഷെല്ലിനാകെ 530 രൂപ വരുന്നുള്ളൂ. ഡാമേജ് ആവുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു ഷെല്ല് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഷ്യൂ ഒന്നും ഇല്ലാത്ത കൊണ്ടു നടക്കാം. പിന്നെ പുതിയ മോഡൽ വണ്ടി എടുക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നില്ല, TFT വരുന്നതുകൊണ്ട്. പിന്നെ കീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ബജാജിൻ്റെ വണ്ടി കണ്ടുവന്നുകൊണ്ടിരുന്ന ആ ഒരു LED ലിറ്റപ്ഡ് ആയിട്ടുള്ള കീസാണ്. അതെനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ ഒരു ഹ്യൂജ് ഫാനാണ്. ഡോമിനാറിൽ നമുക്ക് ഇതുപോലെ കാണാം. ഇതിൽ വൈറ്റ് ലൈറ്റാണ്, ഡോമിൽ ബ്ലൂ ലൈറ്റാണ് വന്നുകൊണ്ടിരുന്നത്. കീസിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പാസ് സ്വിച്ച് ഉണ്ട്, ഹൈ ബീം ലോ ബീം ഉണ്ട്, ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട്, ഹോൺ ഉണ്ട്. പിന്നെ വലതുവശത്താണെങ്കിൽ എൻജിൻ കില്ലുണ്ട്, ഇഗ്നിഷൻ ഉണ്ട്. ഈ ഗ്രിപ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ഗ്രിപ്സ്, മഴയത്തൊക്കെ നല്ല ഗ്രിപ്സ് തരുന്ന ഒരു ഗ്രിപ്സാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ ടാങ്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ടാങ്ക് പോർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീൻസിൻ്റെ ഭാഗങ്ങളൊക്കെ തട്ടി ഇവിടെ നല്ല സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ടാങ്ക് പാഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഹഗ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടാങ്ക് സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. നമുക്ക് കോർണർ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും വണ്ടീനെ നല്ലപോലെ ടൈറ്റ്ലി ഹഗ് ചെയ്ത് വെക്കാൻ പറ്റും. സീറ്റ്സിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഹാർഡായിട്ടുള്ള സീറ്റാണ്. വണ്ടിക്ക് സീറ്റ് ഹൈറ്റും അത്യാവശ്യം ഉണ്ട്. സോ ഒരു 5'5" താഴെ ഉള്ളവരൊക്കെ വണ്ടി എടുക്കുമ്പോൾ ഒന്നും കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി എടുക്കുമായിരിക്കും ഏറ്റവും നല്ലത്. റിയർ സീറ്റ്സ് ഒട്ടും കംഫർട്ടബിൾ അല്ല. ബാക്കി ഇരുന്ന് ടൂർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാരും ഈ ഒരു സ്റ്റോക്ക് സെറ്റപ്പിൽ മുന്നോട്ട് പോകാമെന്ന് കരുതണ്ട. എന്തായാലും ഒരു ആഫ്റ്റർ മാർക്കറ്റ് ജെൽ ബാഗോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ലോങ് ടൂർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ, ഇത് നമുക്കറിയാം അത്യാവശ്യം റേസിംഗ് സ്പെക്ക് ആയിട്ടുള്ള ഒരു എർഗണോമിക്സ് ആണ് നമുക്ക് വണ്ടി വരുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി മുട്ടുവേദന, പിന്നെ സ്വാഭാവികമായിട്ടും നിതംബങ്ങളുടെ വേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലോങ് ടൂർസിൽ ഡ്യൂക്ക് 200 നിന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ ബാക്കിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അലൂമിനിയം സ്വിംഗ് ആം കാണാം. അത് അത്യാവശ്യം വണ്ടീനെ നല്ല രീതിയിൽ ഫ്ലിക്ക് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ലൈറ്റായിട്ടുള്ള ഒരു സ്വിംഗ് ആം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സാരി ഗാർഡ്, ഹഗറിൻ്റെ സൈഡിലാണെങ്കിലും അങ്ങനെ ചെളി തെറിക്കുന്ന ഇഷ്യൂസും അങ്ങനെയൊന്നുമില്ല. നമ്മൾ വണ്ടിയിൽ ഒരു ടെയിൽ ടൈഡ് ചെയ്തിട്ടുണ്ട് ക്ലീൻ ലുക്ക് കിട്ടാനായിട്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ റിയർ ബ്രേക്ക് വരുന്നത് 230 mm റിയർ ബ്രേക്സ് ആണ്. അതും വൈബ്രേഡ് തന്നെ ബ്രേക്സ് ആണ്. ഡ്യുവൽ ചാനൽ ABS വണ്ടിയിൽ സ്റ്റോക്കായിട്ട് വരുന്നുണ്ട്. ഈ ബ്രേക്സ് ആണെങ്കിലും ഒരു ആവറേജ് പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട് വണ്ടിയുടെ സൈഡിൽ നിന്ന്. ഈ ബ്രേക്ക് പാഡ്സ് ഇതുവരെ മാറിയിട്ടില്ല. വണ്ടി ഓൾമോസ്റ്റ് ഒരു 25,000 കിലോമീറ്റേഴ്സ് കവറായി. എന്നാൽ പോലും ബ്രേക്ക് പാഡ്സ് നമ്മൾ ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ അണ്ടർബെല്ലി എക്സോസ്റ്റ്, ആദ്യമായിട്ടൊരു അണ്ടർബെല്ലി എക്സോസ്റ്റ് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ജെൻ ഡ്യൂക്കിലാണ്. സോ അതുപോലെ തന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. NSലും ഇതേ ഒരു സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ എന്തായാലും സൗണ്ടൊക്കെ അത്രയും പഴയ ഡ്യൂക്കിൻ്റെ തരത്തിലുള്ള ഒരു രസമൊന്നും കേൾക്കാനില്ലെങ്കിൽ പോലും അത്യാവശ്യം ഡീസൻ്റ്ലി സൗണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആണ്. അതൊക്കെ സബ്ജക്റ്റീവ് ആണ്, ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ എനിവേസ് ഐ എം നോട്ട് എ ഫാൻ ഓഫ് ദിസ് എക്സോസ്റ്റ് നോട്ട്. ഈ ഒരു പർട്ടിക്കുലർ ബൈക്കിൻ്റെ എക്സോസ്റ്റ് നോട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ കുറച്ചും കൂടെ ഫസ്റ്റ് ജെൻ ഡ്യൂക്കിൻ്റെ എക്സോസ്റ്റിൻ്റെ ആ ഒരു ഓട്ടോറിക്ഷയുടെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്ന പോലെ അതിൻ്റെ ഒരു ഫാനാണ് ഞാൻ. പിന്നെ നമുക്ക് എപ്പെക്സിൻ്റെ തന്നെ WP എപ്പെക്സിൻ്റെ തന്നെ 10 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. റിയർ സസ്പെൻഷൻ ആണെങ്കിൽ അത്യാവശ്യം സ്റ്റിഫാണ്. പക്ഷേ കോർണേഴ്സൊക്കെ എടുക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ക്രാഷ് ഗാർഡ് കാണാം. ഒരു ക്രാഷിൽ ഇത് എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ആ സൈഡിൽ കണ്ടതാണ്. എന്നാൽ പോലും അങ്ങനെ ലുക്ക് വൈസ് നല്ല ഒരു അപ്പീലിംഗ് ആയിട്ട്, നല്ല ഡിസൈനായിട്ട് നല്ലപോലെ ബ്ലെൻഡിങ് ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെ. ഇനി വണ്ടിക്ക് വരുന്ന കുറച്ച് കോമൺ ഇഷ്യൂസും വണ്ടിക്ക് ഈ ഒരു പർട്ടിക്കുലർ ബൈക്കിലല്ല എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് കോമൺ ഇഷ്യൂസും പറയാം. അപ്പോൾ ആദ്യം തന്നെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു കോയിലിൻ്റെ ഇഷ്യൂ ആണ്. വണ്ടിയുടെ കോയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കോയിലാണ് വണ്ടിയുടെ ബാറ്ററി പവർ ചെയ്യുന്നത്. സോ അത് ഡാമേജ്ഡ് ആയി വണ്ടിയുടെ ബാറ്ററി ഡ്രെയിൻ ആയി ഒരിക്കലും ചാർജ് നിൽക്കാണ്ട് വന്ന് വഴി കിടന്നാണ് നമ്മൾ ഇഷ്യൂ ഫൈൻഡ് ചെയ്ത്. പിന്നെ അത് സർവീസിൽ കൊടുത്തപ്പോൾ അണ്ടർ വാറണ്ടി തന്നെ നമുക്കത് മാറി തന്നു. സോ അത് ആണ് ആദ്യം നമുക്ക് വണ്ടി കിട്ടിയിട്ടുള്ള ഒരു ഇഷ്യൂ. അത് എല്ലാ ഡ്യൂക്സിനും ഉണ്ടോ എന്നറിയില്ല, പക്ഷേ ഈ പർട്ടിക്കുലർ ബൈക്കിൽ നമുക്ക് ആദ്യം കിട്ടിയതാണ്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മീറ്റർ ഷെൽ ഡാമേജ് ആവുന്നു. അതെല്ലാം ഈ മീറ്ററുള്ള ഡ്യൂക്കുകൾക്കും RCകൾക്കും ഉള്ള ഇഷ്യൂ ആണ്. സോ അത് നമ്മൾ ഷെല്ല് മാറിക്കൊണ്ട് അതിൻ്റെ ഹെൽത്ത് നമ്മൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാത്ത പക്ഷം വെള്ളം ഇറങ്ങി ആ മീറ്റർ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡ്യൂക്ക് 200 നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ അല്ലെങ്കിൽ തേർഡിൽ ലോ RPMസിൽ പോകുമ്പോൾ വണ്ടി ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് ഓഫായി പോകും. ഇത് മറ്റ് യൂസേഴ്സും ഈ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്യൂക്കുകൾക്ക് എസ്പെഷ്യലി 200കൾക്ക് ഇതൊരു കോമൺ ഇഷ്യൂ ആണ്. ഇങ്ങനെ ഉണ്ടാവുന്നതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഡ്യൂക്ക് 200 യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻസിൽ പറയുക. അതോ ഈ വണ്ടിക്ക് മാത്രം ഉള്ളതാണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്.
സർവീസിലൊക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് സ്കാൻ ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു, ലേറ്റസ്റ്റ് ECU ഫ്ലാഷ് ചെയ്തു എന്നൊക്കെയാണ്. പക്ഷേ എന്നാലും ആ ഒരു ഇഷ്യൂ മാറിയിട്ടില്ല, ഇപ്പോഴും നമുക്കത് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ നേരത്ത്, അത്യാവശ്യം കുറച്ച് സഡൻ ആയിട്ടുള്ള ഒരു ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ നേരത്ത് നമ്മളൊരു ഗിയർ ഡൗൺ ചെയ്തിട്ട് പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ജസ്റ്റ് ഒന്ന് പമ്മി, ഒന്ന് ലാഗ് ചെയ്തിട്ടാണ് പെട്ടെന്ന് RPM കയറി സ്പീഡിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒട്ടുമിക്ക എല്ലാ ഗിയറുകളിലും ഫേസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ ഒരു പീക്ക് കട്ടിംഗ് ഒക്കെ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ലാഗ് വരുമ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേഷനനുസരിച്ച് വണ്ടി കയറില്ല. സോ അതൊരു ഇഷ്യൂ ആണ്. പിന്നെ വന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു DRL, ഇതിപ്പോൾ അത്യാവശ്യം ലൈറ്റ് ഉള്ള ടൈം ആയതുകൊണ്ട് DRLൻ്റെ ഇഷ്യൂ കാണിക്കാൻ പറ്റുന്നില്ല. ഡിമ്മായി അതങ്ങ് സ്പ്രെഡായി. ഇപ്പോൾ ഈ ഒരു DRL ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി വർക്കിംഗ് അല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. ഇതിപ്പോൾ വണ്ടിയുടെ വാറണ്ടി കഴിഞ്ഞു, അതുകൊണ്ട് നമുക്കിത് റീപ്ലേസ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ക്ലെയിം ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. സോ എനിവേസ് ഈ ഒരു ലെഫ്റ്റ് DRL അടിച്ചു പോയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് നമുക്ക് ഈ ബൈക്കിൽ. പിന്നെ ക്ലച്ചിൻ്റെ സൈഡിലേക്ക് ഒരു ഇഷ്യൂ കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ക്ലച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ടൈപ്പ് ക്ലച്ചാണ്, ക്ലോസ് ആയിട്ടുള്ള ക്ലച്ചാണ്, തുമ്പത്തൊന്നുമല്ല. സോ ഈ ക്ലച്ച് ഭയങ്കര ഹാർഡായി നിന്ന് നമുക്ക് ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ക്ലച്ച് ടൈറ്റ് കൂടി വന്ന് അങ്ങനെ ഇത് 2 തവണ നമുക്ക് മാറേണ്ടി വന്നു. ക്ലച്ച് കേബിൾ രണ്ടാമത്തെ തവണ മാറിയപ്പോൾ നമ്മൾ ഈ ലിവറും കൂടെ മാറി. അത് നമ്മൾ സർവീസിൽ നിന്ന് റെക്കമെൻഡ് ചെയ്തിട്ടാണ് അങ്ങനെ മാറിയത്. എന്നാൽ പോലും ചെറിയ ടൈറ്റ്നസ്, ഓവർ ദ റൺ നമുക്ക് ആ ടൈറ്റ്നസിൻ്റെ ഇഷ്യൂ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ പ്രശ്നമാണ്. 2 പേരൊക്കെ ഇരുന്നൊരു ബമ്പ് ചാടിക്കഴിഞ്ഞാൽ എന്തായാലും വണ്ടി ഇടിക്കും. സോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇച്ചിരി കുറവാണ്. ഓഫ് റോഡൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർക്ക് അതൊരു മെയിൻ ഇഷ്യൂ ആയിരിക്കും. സിറ്റിയിലാണെങ്കിലും അല്ല ലോക്കലി വലിയ ബമ്പുള്ള റോഡുകളിൽ കൂടെ ഓടിക്കുമ്പോൾ ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഇഷ്യൂ ഒരു പ്രശ്നമാണ്. പിന്നെ 5th 6th ഗിയറുകളിൽ, അതായത് ഈ വണ്ടിയുടെ ഒരു പവർ ബാൻഡ് വരുന്നത് തന്നെ ത്രോട്ട് കൊടുക്കുന്നതനുസരിച്ച് വേഗം മാക്സിമം RPMലേക്ക് എല്ലാ ഗിയർ റേഷ്യോ എത്തുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് ഡ്യൂക്ക് 200 വരുന്നത്. എന്നാൽ പോലും 5th 6th അത്യാവശ്യം ലാഗ്, ഇനി പ്രത്യേകിച്ചൊന്നും വണ്ടിയിൽ നിന്ന് തരാനില്ല എന്നുള്ളൊരു ഫീല് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. 5th 6th മാത്രമേ ഉള്ളൂ, പക്ഷേ അതുവരെ വണ്ടി പവറാണ്. പക്ഷേ എന്നാലും ആ ഒരു 5th 6th ഒരു ഫുൾ പൊട്ടൻഷ്യൽ അതിന് മുന്നേ തന്നിട്ട് വേണമെങ്കിൽ 2 ഗിയർ എന്നുള്ള പോലത്തെ ഒരു ഫീല് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈലേജ് ആണ് ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഹൈവേയിൽ ഒരു 42 43 ഒക്കെ കിട്ടും, സിറ്റിയിൽ 38 39, ലോക്കലി ഒരു 40 ഒക്കെ മര്യാദയ്ക്കൊക്കെ ഓടിക്കുമ്പോൾ. അത്യാവശ്യം റെവ് ചെയ്ത് പൊളിച്ച് തന്നെ ഓടിച്ചാൽ ഇങ്ങനെയൊന്നും കിട്ടത്തൊന്നുമില്ല, നമുക്ക് നല്ല മൈലേജ് ലോ തന്നെ വരും. പക്ഷേ മര്യാദയ്ക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡെയിലി കമ്മ്യൂട്ടിനാണെങ്കിൽ പോലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മൈലേജ് ഈ വണ്ടി തരുന്നുണ്ട്. പിന്നെ സ്പെയർ പാർട്സിൻ്റെ ഒക്കെ ലൈഫ് നല്ലപോലെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഇച്ചിരി പ്രൈസ് കൂടുതൽ കൊടുത്താൽ പോലും പാർട്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് ആ പ്രൈസ് വെർത്തായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇപ്പോൾ യമഹയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ once in 3000 അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴാണ് യമഹയുടെ ഇത് വരുന്നത്. അതാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2000+ ഒക്കെ സർവീസിന് വരും. ഇതാണെങ്കിൽ 7000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 5 monthsലാണ് വരുന്നത്. സോ ഒരു 4500 രൂപ 5500 രൂപയ്ക്ക് പേ ചെയ്താൽ പോലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സർവീസിൽ പോയി മെനക്കെടണ്ട, എന്നാൽ മാറുന്ന പാർട്സിന് അത്യാവശ്യം ലൈഫും ഉണ്ട്. അപ്പോൾ നമുക്കത് ഓവറോൾ ഒരു വെർത്ത് ഫീൽ ആയിട്ട് തോന്നി ഈ ഒരു സെഗ്മെൻറ്റിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിലെ മറ്റ് ബൈക്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് 3 lakhs above ആയി. എന്നാൽ നമുക്കങ്ങനെ R15 കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മളൊരു ബൈക്ക് എടുക്കാൻ കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വെർത്തായിട്ടൊരു ഫീല് തോന്നി. പിന്നെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ലുക്സ് ആൻഡ് പവർ അത് അത്യാവശ്യം അടിപൊളി തന്നെയാണ്. ഒരു ഓറഞ്ചി ഫീൽ, അതിഷ്ടമുള്ളവർക്ക് എന്തൊക്കെ ചപ്രി എന്ന് പറഞ്ഞാലും ഡ്യൂക്ക് ഈസ് ഡ്യൂക്ക്. അതിനെ ഇന്നും മാറ്റി നിർത്താനോ വെട്ടിക്കാനോ ഇന്നും മറ്റൊരു വണ്ടി വന്നിട്ടില്ല. സോ അത് തന്നെ ഒരു മെയിൻ പോസിറ്റീവ് ഫീച്ചറായിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. കയറിയിരിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ ലൈറ്റ് വെയ്റ്റ് ഫീലാണ് ആദ്യം തോന്നുക. ആകെ 160 kg വണ്ടി വരുന്നുള്ളൂ. അതിൻ്റെ ഒരു നല്ല റെസ്പോൺസീവ് തോട്ടിലും പവറും ഒക്കെ വണ്ടി തരുന്നുണ്ട്. വണ്ടി ചെറിയൊരു ബൈക്ക് ഫീലാണ് ഓടിക്കുമ്പോൾ തരുന്നത്. പക്ഷെ അത് നമുക്ക് നല്ല രീതിയിൽ വണ്ടിയുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് ഓടിക്കാൻ കോൺഫിഡൻസ് തരും. സസ്പെൻഷൻ കുറച്ച് ഹാർഡർ സൈഡാണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ലോക്കലി റൈഡൊക്കെ ചെയ്യുമ്പോഴും സിറ്റി കൂടെ ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ ഒരുപാട് ടൈം വണ്ടിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് സസ്പെൻഷൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുക. നല്ല എൻഗേജിങ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ് വണ്ടിയിൽ വരുന്നത്. ശരിക്കും വണ്ടി നമുക്ക് പുഷ് ചെയ്ത് പവറിൽ തന്നെ ഓടിക്കാനായിട്ട് നമുക്ക് തോന്നും. വണ്ടി നമ്മളോട് ഓക്കെ ഇനിയും പുഷ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു ഫീല് നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് വണ്ടിയുടെ സൈഡിൽ നിന്ന്. ഗിയർ റേഷ്യോ ആണെങ്കിലും ഭയങ്കര ഷോർട്ട് ആയതുകൊണ്ട് തന്നെ വണ്ടി പെട്ടെന്ന് തന്നെ കട്ട് ഓഫ് ആവും. സോ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഓടിച്ച് വണ്ടി അങ്ങ് രസിച്ച് വരുമ്പോഴത്തേക്കും കട്ട് ഓഫ് ആയി, അടുത്ത ഗിയറിലേക്ക് പോകണം. അത് ഒന്ന് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും അതും കട്ട് ഓഫ് ആയി. സോ അതെനിക്ക് അത്ര ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഗിയേഴ്സ് ആണെങ്കിൽ നല്ല സോഫ്റ്റാണ്, സ്മൂത്തായിട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല വേറെ. സോ അതൊക്കെ തന്നെയാണ് എനിക്ക് ഡ്യൂക്കിൽ ഫീൽ ചെയ്ത കാര്യങ്ങൾ. ഇനി നിങ്ങളൊരു ഡ്യൂക്ക് ഓണർ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും പോയിന്റ്സ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻസിൽ പറയുക.
ഡ്യൂക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഡ്യൂക്ക് ഇഷ്ടമുള്ളവർക്കോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ 1K എന്നുള്ളൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.